ഹലോ എവരിവൺ. എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്? നമുക്കൊക്കെ ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒന്നുകിൽ ഒരു സന്യാസിയുടെ രൂപം, അല്ലെങ്കിൽ നമ്മുടെ മതപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആചാരങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും. എന്നാൽ ഇത് മാത്രമാണോ നമ്മുടെയൊക്കെ ലൈഫിൽ ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു ആസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിലെ സ്പിരിച്വൽ ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ശാന്തത കൈവരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാ, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പൊതുവില് സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് സമയമുള്ള വ്യക്തികൾക്ക് പറ്റിയ ഒന്നാണ് ഈ സ്പിരിച്വൽ ലൈഫ് ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുക എന്നുള്ളത്. അല്ല എങ്കിൽ പൊതുവിലും ഉള്ള മറ്റൊരു ധാരണയാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു പാത്താണ് ഈ സ്പിരിച്വാലിറ്റിയുടെ വേ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ എവരി ഡേ ലൈഫിന്റെ ഒരു പാർട്ട് തന്നെ, അതായത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഈ സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്? നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തെ പോസിറ്റീവായിട്ട് നോക്കി കാണാൻ പഠിക്കും. നമ്മുടെ ജീവിതത്തെ ശാന്തമാക്കാനായിട്ട് സ്പിരിച്വാലിറ്റി സഹായിക്കും. മറ്റുള്ളവരോട് കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ടും എമ്പതിയോട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിലോടും ബിഹേവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ലൈഫിനെ ആകമാനം മാറ്റിയെടുക്കാനായിട്ട്, അതുവഴി നമ്മളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഈ സ്പിരിച്വാലിറ്റിക്ക് വലിയൊരു പങ്ക്. ഇനി നമ്മുടെ ലൈഫിൽ ഈ സ്പിരിച്വാലിറ്റിക്ക് എങ്ങനെ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു കൺസെപ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു റൂളാണ് 5-7-5 റൂൾ. ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 17 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറായാൽ ആ ദിവസത്തെ ബാക്കിയുള്ള നമ്മളുടെ മുഴുവൻ സമയത്തെയും നിയന്ത്രിക്കാനും പോസിറ്റീവ് ആക്കാനും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ എല്ലാം തന്നെ മറികടന്ന് നമ്മുടെ ലൈഫിനെ കൂടുതൽ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കുന്ന ഒരു റൂളാണ് 5-7-5 റൂൾ എന്ന് പറയുന്നത്. ഈ റൂള് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെനിഫിറ്റ് നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം സിമ്പിൾ ആണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കൺസിസ്റ്റൻസി. അതായത് സ്ഥിരതയോടെ എന്നും തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത്. 5-7-5 റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു സമയക്രമത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ്. അതായത് 5 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന 5 മിനിറ്റ്, അടുത്ത 7 മിനിറ്റ്, അടുത്തതും 5 മിനിറ്റ്. അതുകൊണ്ടാണ് 17 മിനിറ്റ് നമ്മൾ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഈ ഒരു പ്രാക്ടീസിന് നമ്മുടെ ഒരു സ്പിരിച്വൽ പാത്ത് കണ്ടെത്താനായിട്ട് നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകണമെന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ 5 മിനിറ്റ്, ഈ ആദ്യത്തെ 5 മിനിറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ അഫർമേഷൻസിന് വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ പലരും തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഒരു 5 മിനിറ്റ് മാറ്റിവെക്കും. പോസിറ്റീവ് അഫർമേഷൻസ് അല്ലെ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഈ 5 മിനിറ്റ് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമായിട്ട് ഒരിക്കലും വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് എനർജി തരുന്ന രീതിയിൽ, നമുക്ക് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ നമ്മൾ മാറ്റി വെക്കുന്ന ഈ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസ് ആയിട്ട് ഇത് മാറും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ ഈ പോസിറ്റീവായിട്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റിനെ പോസിറ്റീവിലേക്കും അബണ്ടൻസിലേക്കും ഒക്കെ എത്തിക്കാനായിട്ട് ഈ ഒരു 5 മിനിറ്റുകളിലൂടെ നമുക്ക് സാധിക്കും. 7 മിനിറ്റ്സ്, ഈ 7 മിനിറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്.
ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷന് വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം അടുത്ത 7 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നത് മെഡിറ്റേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഈ 17 മിനിറ്റ് എന്ന് പറയുന്നത് വളരെയധികം ബെനിഫിറ്റ് നമുക്ക് തരുന്ന ഒരു പ്രാക്ടീസുകളുടെ ഒരു കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ 7 മിനിറ്റിൽ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും, നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഫോക്കസ് കൂട്ടാനായിട്ട്, അറ്റൻഷൻ കൂട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഏത് തരം മെഡിറ്റേഷൻ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ 7 മിനിറ്റ് യൂസ് ചെയ്യാം. അത് മന്ത്ര മെഡിറ്റേഷൻ ആവാം, എന്തെങ്കിലും ഒരു മന്ത്രം ചാൻറ്റ് ചെയ്യുന്നതിൽ നമുക്ക് അത് മാറ്റിവെക്കാം. ഇനി അതല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ബ്രെത്തിലേക്ക് ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലൈറ്റിലേക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു പിക്ചറിലേക്ക്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഈ 7 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കാനായിട്ട് തയ്യാറാവുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ പാത്തിലേക്കുള്ള ജേർണിക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. 5-7-5 റൂളിലെ അവസാനത്തെ 5 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മൂവ്മെന്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് നമ്മളുടെ മൈൻഡിനെയും ബോഡിയെയും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു നമ്മളുടേതായിട്ടുള്ള പ്രസന്റ് വേൾഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അടുത്ത 5 മിനിറ്റിലെ മൂവ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മൂവ്മെന്റിന്റെ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും വിഗറസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് നമുക്ക് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കലോറി ബേൺ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം, അല്ലെങ്കിൽ ഒത്തിരി സ്വെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഈ ഒരു 5 മിനിറ്റിനെ കാണരുത്. ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് യോഗ വേണമെങ്കിൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കാണ് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ബ്രീത്തിങ് എക്സസൈസുകൾ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ. ഇനി അതൊന്നുമല്ലെങ്കിൽ സിംപ്ലി നമ്മുടെ കൈയും കാലും ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മൾ ചെയ്താലും അതും ഈ ഒരു 5 മിനിറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അതല്ല, അങ്ങനെ വളരെ ചെറിയതായിട്ടുള്ള രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂര്യ നമസ്കാരം എന്തെങ്കിലും, അങ്ങനെ ഒരു പ്രാക്ടീസ് എന്തെങ്കിലും 5 മിനിറ്റിൽ അറിയാമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഈ 5 മിനിറ്റ് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ഈ 5-7-5 റൂള് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഡെയിലി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം, നമ്മളെ തന്നെ നമ്മളൊന്ന് അസസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സ്ട്രെസ് കുറയും, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് കുറയും, നമുക്ക് ഒത്തിരി ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി എടുക്കാനായിട്ട് ഈ ഒരു പ്രാക്ടീസിന് കഴിയും എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നറിയാൻ മൊബൈൽ ഫോണിൽ നോക്കുന്ന ഒരു ശീലം, അല്ലെങ്കിൽ ആളുകളോട് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചൊക്കെ തുടങ്ങുന്നത്, ഇതൊന്നും മോശമാണെന്നല്ല, എല്ലാം വേണം. പക്ഷെ ഇതിനെല്ലാം ഉപരി രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളുടെ ഒരു ഇന്നർ ഗ്രോത്തിനും ഇന്നർ പീസിനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കാൻ തയ്യാറാകുന്ന ഈ ഒരു 17 മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.